അംബേദ്കറെ ഏറ്റവും കൂടുതൽ അപമാനിക്കാനും ചെറുതാക്കാനും ശ്രമിച്ചിട്ടുള്ള നെഹ്റുവാണ്. കാരണം അംബേദ്കർ ഭരണഘടനാ ശില്പികളിൽ പ്രധാനപ്പെട്ട ആൾ അംബേദ്കറാണ്. അംബേദ്കർ മാത്രമല്ല, ഭരണഘടന ഒരു ടീമായിരുന്നു. അതിൻ്റെ പ്രധാന ശില്പി അംബേദ്കറാണെന്നുള്ളതാണ്. അദ്ദേഹം നെഹ്റുവിന് എന്നും ഒരു വെല്ലുവിളിയായിരുന്നു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നെഹ്റു വിദേശ സർവകലാശാലയിലൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹം സത്യത്തിന് ജെന്റിൽമാൻ പാസിലാണ് ജയിച്ചു പോയിട്ടുള്ളത്. അംബേദ്കർ ഇന്ത്യ കണ്ട ഏറ്റവും ബുദ്ധിമാനായ ഒരു നേതാവായിരുന്നു, സാമൂഹ്യ ചിന്തകനായിരുന്നു. അംബേദ്കറിന് 2-3 PhD ഉണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളൊക്കെ നെഹ്റു എഴുതിയ പുസ്തകങ്ങളെക്കാൾ വളരെ വലുതാണ്. പക്ഷെ അതൊന്നും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ആരൊന്നുമില്ല. കാരണം ഇപ്പം ജയിലിൽ കിടന്ന അച്ഛൻ മകൾക്ക് എഴുതിയ ഇതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ്. ഈ ഇന്ത്യയുടെ ചരിത്രം, നെഹ്റു സൃഷ്ടിച്ചു വെച്ച ഇന്ത്യയുടെ ചരിത്രം, ഇന്ദിരാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തുടർന്ന് വന്ന ഇന്ത്യയുടെ ചരിത്രം കൂലിയെഴുത്തുകാരായ ചരിത്രകാരന്മാരെ കൊണ്ട് എഴുതിച്ച ഒരു അപസർപ്പക നോവൽ പോലെ പരിഹാസ്യമാണ് ഇന്ത്യൻ ചരിത്രം. അംബേദ്കർ ഇന്ത്യൻ പാർലമെന്റിൽ വരാൻ പാടില്ല എന്ന് നെഹ്റുവിന് നിർബന്ധം ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം അംബേദ്കറെ തോൽപ്പിച്ചു. ഏറ്റവും രസകരമായ കാര്യം, ഒരു പ്രാവശ്യം അംബേദ്കർ നിൽക്കുമ്പോഴേ, എനിക്ക് തോന്നുന്നു 52-53 ആ കാലഘട്ടത്തിലാണ്, അദ്ദേഹത്തിനെ തോൽപ്പിക്കാനുള്ള ദൗത്യം കൊടുത്തയച്ചത് SA ഡാങ്കേഡയിലാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഇനി രണ്ടാമതൊരു കാര്യം, അംബേദ്കർക്ക് ഭാരതരത്ന കൊടുത്ത ആരാണ്? കോൺഗ്രസ് ആണ്. അംബേദ്കറെ ആദരിച്ച് ഭാരതരത്ന കൊടുത്ത് ആദരിച്ചത് BJP അല്ലേ?